ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഐ എം പ്രസ്റ്റി ആൻഡ് ദിസ് ഈസ് മൈ വിഷു വ്ലോഗ്. അപ്പോൾ വിഷുക്കണി സെറ്റ് ചെയ്യലാണ് ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ റൂമിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞാനും അമൃതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമൃത എൻ്റെ റൂംമേറ്റാണ്. ഇക്കൊല്ലവും ഞാൻ എവേ ഫ്രം ഹോമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വിഷു. ഞങ്ങളിപ്പോൾ ഉള്ളത് നവി മുംബൈയിലാണ്. അപ്പോൾ ഇവിടുത്തെ റൂമിൽ ഞങ്ങൾ 5 പേരാണുള്ളത്. ബാക്കി 3 പേര് ഫ്ലൈറ്റിന് പോയിരിക്കുകയാണ്. എല്ലാവരും പുലർച്ചെ ആകുമ്പോൾ എത്തും. കണി കാണുന്ന ടൈമല്ല, അതിനേക്കാൾ മുന്നേ എത്തും. അപ്പോൾ ഞങ്ങൾ ഉള്ളത് കൊണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ തീരെ യൂസ് ചെയ്യാത്ത സാധനങ്ങളെല്ലാം ഞങ്ങൾ ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ കൊന്നയൊന്നും ഇവിടെ കിട്ടാനുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഞങ്ങൾ നോക്കി വന്ന ടൈമായപ്പോൾ. വിഷുക്കണിയുടെ മെയിനായിട്ടുള്ള വെള്ളരി അതും കിട്ടിയില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് തന്നെയായിപ്പോയി. അതും എന്ത് ചെയ്യാൻ ഭയങ്കര ഭാഗ്യമാണ്. എന്നാലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു. കണിക്കൊന്നയ്ക്ക് പകരമാണ് ഞങ്ങൾ ഈ യെല്ലോ ഫ്ലവറും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞങ്ങളുടെ വിഷുക്കണിയുടെ. അങ്ങനെ ഞങ്ങൾ ഒരു 4:30 ആയപ്പോഴാണ് കണി കണ്ടത്. അപ്പോൾ കണി കണ്ട് ഒരു 2-3 നാമം ചൊല്ലിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റ് റെഡിയായി കുളിച്ച് കുട്ടപ്പന്മാരായി. ഞാനിതിൻ്റെ ഒരു ഷോർട്സ് ഞാനിത് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലും പറയാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയി കാണുക, ഞാൻ മെൻഷൻ ചെയ്യാം ഇത് ഈ വീഡിയോയിൽ തന്നെ. ഞാനപ്പോൾ ഫെബ്രുവരിയിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യൂ കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി ബെറ്ററായ വീഡിയോസ് ഇടാം. ഇപ്പോൾ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ റൂംമേറ്റ്സ്. ഒരാൾ പാലക്കാട്, കണ്ണൂർ, കൊച്ചി, തിരുനെൽവേലി, പിന്നെ തൃശ്ശൂർ ഞാൻ. അപ്പോൾ ഇതുപോലെ കുട്ടപ്പന്മാരായിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെറൂൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അയ്യപ്പ ടെമ്പിൾ, മലയാളീസുകളുടെ ആകെയുള്ളൊരു ടെമ്പിളാണ് ഇവിടെ നവി മുംബൈയിൽ, എൻ്റെ അറിവിൽ. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇത് കാണുന്നവർ ആരെങ്കിലും ഇതുപോലെ വേറെ മലയാളീസുകളുടെ ടെമ്പിൾസ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും പോകുന്നതായിരിക്കും. പോണ ടൈമിൽ അവിടെ ഒരു പെൺകൊച്ചി കുളിക്കുന്ന സീൻ കണ്ടു. ആ ഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി, അയ്യപ്പ ടെമ്പിളിലെത്തി. നട തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലേറ്റ് ആവുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യം വിഷു ആയതുകൊണ്ടാണ് തോന്നുന്നു നട തുറന്നുണ്ടായി. ഞങ്ങളെ തൊഴുത് അവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം അതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ശനി ഭഗവാന്റെ ടെമ്പിൾ ഉണ്ടായിരുന്നു. അവിടെ പ്രസാദവും കിട്ടിയിട്ടുണ്ടായി, പിന്നെ എഴുതിരിയും ചെയ്തിട്ടുണ്ടായിരുന്നേ. ശനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിപ്പോട്ടെ എന്നുള്ള രീതിയിൽ. അമ്പലം പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദോശ കഴിക്കണം, അതൊരു മാൻഡേറ്റ് ആയ സംഭവമാണ്. ഇപ്രാവശ്യം ഞാനത് തെറ്റിച്ചു. ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത്, ഇഡ്ഡലിയും വടയും. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായ 2 പേര് ദോശയാണ് കഴിച്ചത്. അങ്ങനെ വയറ് ഫുള്ളാക്കിയതിന് ശേഷം ഞങ്ങൾ സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കരളിൽ നിന്ന്. അപ്പോൾ അത് പോയി കളക്ട് ചെയ്ത് തിരിച്ച് റൂമിൽ വന്ന് ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ സദ്യ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കറികളും ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. എന്തായാലും ഹോംലി ആ മിസ്സിങ് എല്ലാം മാറി. പായസം ഉണ്ടായി, 2 പായസങ്ങൾ, ഒരു ആടപ്രഥമനും പിന്നെ പാലട പായസം. അങ്ങനെ 2 പായസങ്ങളും പഴവും പപ്പടവും കൂടി മിക്സ് ചെയ്തൊരു പിടി പിടിച്ചപ്പോൾ സെറ്റായി. നല്ല ഉറക്കം വന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത്, പിന്നെ എന്തായാലും 5 പേർക്ക് ഒരുമിച്ച് കിട്ടിയ ഒരു ഫ്രീ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. നേരെ സിനിമയ്ക്ക് വിട്ടു. സിനിമ നല്ല പടമായിരുന്നു, നല്ല കോമഡിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കണ്ടിരിക്കുക അങ്ങനത്തെ പടം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ
കേരള ഫുഡും തപ്പി കേരള ടേബിളിലേക്ക് പോയി. അത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ വൈബാക്കി അവിടെ എത്തി. അങ്ങനെ അവിടെ ചെന്ന് നല്ല ഫുഡ്, പൊറോട്ടയും ചിക്കനും, പിന്നെ ഞാൻ കഴിച്ചത് ബിരിയാണി ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എന്തായാലും വീണ്ടും ആ ഹോംലി മിസ്സിങ് എല്ലാം മാറി സെറ്റായി. ഈ റെസ്റ്റോറൻറ്റ് ഫുള്ള് വിഷു വൈബായിരുന്നു. വിഷുക്കണിയൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ഫുള്ളുമായിരുന്നേ, നല്ല തിരക്കും ഉണ്ടായിരുന്നു. എല്ലാവരും സദ്യയൊക്കെ ആയിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നേ നൈറ്റ്. എന്തായാലും ഞങ്ങൾക്കിഷ്ടമായി. ഞങ്ങൾ അവിടെ നിന്ന് എന്തായാലും എൻജോയ് ചെയ്തു. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ഞങ്ങൾക്ക് ആകെ കിട്ടിയുള്ളൊരു ഡേ അല്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ മാക്സിമം അടിച്ചു പൊളിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് ഫില്ലായി ഞങ്ങൾ നേരെ തിരിച്ച് റൂമിൽ പോയി. അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Good night.